ഫ്രാൻസിസ് ഫോർഡ് കൊപ്പോള സംവിധാനം ചെയ്ത സിനിമാറ്റിക് മാസ്റ്റർ പീസാണ് ദി ഗോഡ് ഫാദർ. മരിയോ പൂസോയുടെ അതേ പേരുള്ള നോവലിൽ നിന്ന് സ്വീകരിച്ച ഈ ചിത്രം സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി പരക്കെ കണക്കാക്കപ്പെടും. 1940-50 കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ചിത്രം സംഘടിത കുറ്റകൃത്യങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ വിശ്വസ്തത, അധികാര പോരാട്ടങ്ങൾ എന്നിവയുടെ സമ്പന്നമായ കാഴ്ചയാണ് അവതരിപ്പിക്കുന്നത്. വീറ്റോ കോർലിയോണിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ ഇറ്റാലിയൻ അമേരിക്കൻ മാഫിയ കുടുംബമായ കോർലിയോൺസിനെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. കുടുംബത്തിന് പിതാവെന്ന നിലയിലും ന്യൂയോർക്ക് നഗരത്തിലെ ക്രിമിനൽ അധോലോകത്തിനുള്ളിലെ ആദരണീയനായ നേതാവെന്ന നിലയിലും ഗോഡ് ഫാദർ എന്നാണ് വീറ്റോ അറിയപ്പെടുന്നത്. കോർലിയോൺ കുടുംബത്തിലെ വിവിധ അംഗങ്ങളെയും അവരുടെ കൂട്ടാളികളെയും എതിരാളികളെയും പരിചയപ്പെടുത്തുന്ന രീതിയിൽ വീറ്റോയുടെ മകൾ കോണിയുടെ വിവാഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ വികസിക്കുന്നത്. ഈ വിവാഹം കോർലിയോണുകളുടെ ശക്തിയുടെയും സ്വാധീനത്തിന്റെയും യഥാർത്ഥ ചിത്രം വിവരിക്കുകയും മാഫിയ ശ്രേണിയിലെ അവരുടെ ബന്ധങ്ങളെയും സഖ്യകക്ഷികളെയും പറ്റിയുള്ള സൂചന പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. വീറ്റോയുടെ എതിരാളികളായ മാഫിയ കുടുംബങ്ങൾ തങ്ങളുടെ സ്വാധീനം വിപുലീകരിക്കാനും കോർലിയോണുകളുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാനും ശ്രമിക്കുമ്പോഴാണ് ചിത്രത്തിലെ പ്രധാന സംഘർഷം ഉണ്ടാകുന്നത്. വീറ്റോയുടെ പുത്രന്മാരിൽ ഒരാളായ മൈക്കിൾ കുടുംബ ബിസിനസ്സുമായി യാതൊരു ബന്ധവും ആഗ്രഹിക്കാതെ കൂടുതൽ നിയമാനുസൃതമായ ജീവിതം നയിക്കാൻ താല്പര്യപ്പെടുന്നു. എന്നാൽ ഒരു എതിരാളിയായ ഗുണ്ടാസംഘം ആസൂത്രണം ചെയ്ത വധശ്രമത്തിൽ വീറ്റോ വെടിയേറ്റ് ഗുരുതരമായി പരിക്കേൽക്കുമ്പോൾ മൈക്കിൾ താല്പര്യത്തോടെ അല്ലെങ്കിലും കുറ്റകൃത്യങ്ങളുടെ ലോകത്തിലേക്ക് എത്തപ്പെടാൻ നിർബന്ധിതനാവുന്നു. വീറ്റോയുടെ ആരോഗ്യം വഷളാകുമ്പോൾ കുടുംബത്തിന്റെ പ്രവർത്തനങ്ങളിൽ മൈക്കിൾ കൂടുതൽ പ്രധാന പങ്ക് വഹിക്കുകയും ഒടുവിൽ പുതിയ ഡോണായി ഉയർന്നു വരികയും ചെയ്യുന്നു. തന്റെ പിതാവിന്റെ ജ്ഞാനത്തിന്റെയും ക്രൂരതയുടെയും വഴിയെ നയിക്കപ്പെടുന്ന മൈക്കിൾ തന്റെ കുടുംബത്തെ വഞ്ചിച്ചവരോട് കൃത്യമായ പ്രതികാരം ചെയ്യുന്നതിനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു. ദ ഗോഡ് ഫാദർ ഒരു മാഫിയ സിനിമയായി മാത്രം ഒതുങ്ങി നിൽക്കാതെ വിശ്വസ്തത, ധാർമ്മികത, അധികാരത്തിന്റെ ദുഷിച്ച സ്വാധീനം തുടങ്ങിയ വിഷയങ്ങളുടെ ആഴത്തിലുള്ള സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നു. കഥാപാത്രങ്ങളുടെ സങ്കീർണത, അവരുടെ സ്വന്തം ഇച്ഛകൾ, ഭയം, കടമബോധം തുടങ്ങി അവരുടെ ഗ്രേ ഏരിയയുടെ ഏറ്റക്കുറച്ചിൽ വ്യക്തമാക്കുന്നു. ഛായാഗ്രഹണം, സ്കോർ, ഐക്കണിക് പ്രകടനങ്ങൾ എന്നിവ ചിത്രത്തിന്റെ ജോണറിലെ മികച്ച ഉദാഹരണമായി നിലനിൽക്കുന്നതിനാൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു കാലാതീതമായ ക്ലാസിക്കായി മാറുന്നു. പ്രകടനങ്ങൾ, സംവിധാനം, തിരക്കഥ എന്നിവയാൽ ദി ഗോഡ് ഫാദർ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി പരക്കെ കണക്കാക്കപ്പെടുന്നു. അതിന്റെ തുടർച്ചയായി ദി ഗോഡ് ഫാദർ പാർട്ട് 2 1974-ലും ദി ഗോഡ് ഫാദർ പാർട്ട് 3 1990-ലും റിലീസ് ചെയ്യപ്പെട്ടു.